back to yet another wonderful episode of Pennadaka. This is me, Lakshmi here. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അല്ലേ. എല്ലാ സമയം നമ്മൾ കുറേ രീതിയിൽ വെറൈറ്റി ഓഫ് എപ്പിസോഡ്സ് ആണ് നമ്മൾ പെണ്ണഴകിയെ കൂടെ കൊണ്ടുവരുന്നത്. നമ്മൾ ട്യൂട്ടോറിയൽസ് കൊണ്ടുവരാറുണ്ട്, ടിപ്സ് കൊണ്ടുവരാറുണ്ട്, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനായി ഉത്തരങ്ങളായിട്ട് നമ്മൾ എപ്പിസോഡ്സ് ചെയ്തിട്ടുണ്ട്. പല രീതിയിൽ ഇപ്പോൾ സീസൺസിൽ, ഇപ്പം ചൂടുള്ള സീസൺസിന്, തണുപ്പുള്ള സീസൺസിന്, റെയിനി സീസൺ, അങ്ങനെ പല പല രീതിയിൽ നമ്മൾ പെണ്ണഴകിയെ പല പല ട്യൂട്ടോറിയൽസ്, മേക്കപ്പ് റിലേറ്റഡ്, ബ്യൂട്ടി റിലേറ്റഡ് കാര്യങ്ങളായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് കണ്ട ആതിരെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ട്യൂട്ടോറിയൽ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ ആതിരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, വളരെ ബ്യൂട്ടിഫുൾ ഒരു ഗേൾ ആണ് അല്ലേ. നല്ല ഫീച്ചേഴ്സ് ആണ് ആതിരയ്ക്കുള്ളത്. പിന്നെ ആതിരയുടെ സ്കിൻ ടോൺ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു ബ്രൗൺ സ്കിന്നാണ്. ഒരു ചോക്ലേറ്റ്, ശരിക്കും പറഞ്ഞാൽ ഒരു ചോക്ലേറ്റ് സ്കിൻ എന്ന് പറയില്ല, അതുപോലെ ഒരു നല്ലൊരു മിൽക്ക് ചോക്ലേറ്റ് കളറാണ് ആതിരയ്ക്കുള്ളത്. സോ ഈ സ്കിൻ ടോൺ സാധാരണ ഞാനിപ്പോൾ ഒരുപാട് ബ്യൂട്ടീഷ്യൻസിൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ ഒക്കെ സംസാരിക്കുമ്പോഴും അവർ പരിചയപ്പെടുമ്പോൾ അവർ പറയുന്നത് ഈ സ്കിൻ ടോണിലെ കുട്ടികളെ കാണുമ്പോൾ അവർക്ക് ജനറലി ഇവിടെ ബ്രൈഡ് വന്നു എന്നിരിക്കട്ടെ, അവർക്ക് ഉറക്കമില്ലായ്മ ഒരാഴ്ച മുമ്പേ ഉറക്കമില്ലായ്മ തുടങ്ങും. കാരണം അവർക്ക് എങ്ങനെയാണ് ഈ സ്കിൻ ടോണിലെ കുട്ടികൾക്ക് മേക്കപ്പ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുപോലെ തന്നെ തെറ്റായ ഒരു കാഴ്ചപ്പാടുണ്ട്, ഈ സ്കിൻ ടോണിലെ കുട്ടികൾക്ക് മേക്കപ്പ് ചേരിലാണ്. ഈ സ്കിൻ ടോണിൽ മേക്കപ്പ് ചെയ്ത് അബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ വിചാരിക്കും ഭയങ്കര ഫെയർ ആയിട്ടുള്ള കുട്ടികൾക്കും ഭയങ്കര വൈറ്റ് ആയിട്ടുള്ള കുട്ടികൾക്കും എക്സ്ട്രീംലി കൂൾ ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രം, കൂൾ എന്ന് വെച്ചാൽ കൂൾ ടോണുള്ള സ്കിൻ ടോൺ, പിങ്ക് ഒക്കെയുള്ള സ്കിൻ ടോൺ, അങ്ങനത്തെയൊക്കെയുള്ള സ്കിൻ ടോണുള്ള കുട്ടികൾക്ക് മേക്കപ്പ് ചേരുള്ളൂ എന്നൊരു തെറ്റായ ധാരണയുണ്ട്. ഞാൻ കറുത്ത കുട്ടിയായതുകൊണ്ടെങ്കിൽ മേക്കപ്പ് ചേരിലാണ്. അപ്പോൾ ഈ സ്പെഷ്യൽ എപ്പിസോഡ് ഞാൻ നിങ്ങൾക്ക് പാർട്ട് ബൈ പാർട്ടായിട്ടാണ് കൊണ്ടുവരുന്നത്. കാരണം ആതിരയുടെ സ്കിൻ ടോൺ നോക്കിക്കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ബ്രൗൺ സ്കിൻ ടോണാണ്. ഇന്ത്യൻസിന് ചേരുന്ന ഒരു സ്കിൻ ടോൺ. ഇന്ത്യൻസ് ആർ നോൺ ഫോർ ദിസ് കൈൻഡ് ഓഫ് സ്കിൻ ടോൺ. ഒരു ടാൻ, വാം, ബ്രൗൺ, അങ്ങനത്തെ സ്കിൻ ടോൺസ് ആണ് ഇന്ത്യൻസിനുള്ളത്. ഈ സ്കിൻ ടോണിൽ എങ്ങനെ മേക്കപ്പ് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവരുന്നത്. ഓക്കെ, സോ ഇത് ജസ്റ്റ് എല്ലാം കൂടെ ഞാൻ ക്രാം ചെയ്ത് ഒരു എപ്പിസോഡിലാക്കാണ്ട് നിങ്ങൾക്ക് ഓരോ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് ഓരോ എപ്പിസോഡിലായിട്ട് ഞാൻ പറഞ്ഞുതരും. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ഓൾ ദ സീരീസ്. ഇതൊരു സീരീസ് പോലെയാണ് കൊണ്ടുവരുന്നത്. ഒരു 5 എപ്പിസോഡ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ട് സ്റ്റേ ട്യൂൺ, ബിക്കോസ് ഞാൻ പല രീതിയിലായിട്ടും അതിൻ്റെ ഫുൾ റുട്ടീൻ കാണിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഓരോ ആഴ്ചയായിട്ടും. ഓക്കെ, സോ അതിൻ്റെ സ്കിൻ ടോൺ ഞാൻ പറഞ്ഞാൽ ബ്രൗൺ സ്കിന്നാണ്. ഈ സ്കിൻ ടോണിൽ നമ്മളെല്ലാവരും സാധാരണ എന്താ ചെയ്യുന്നത്, മേക്കപ്പ് ചെയ്യുമ്പം എല്ലാവരും വെളുപ്പിക്കാൻ നോക്കും. ഒരിക്കലും ഈ സ്കിൻ ടോണിലെ കുട്ടികളെ വെളുപ്പിക്കാൻ നോക്കരുത്. കാരണം ഇങ്ങനത്തെ സ്കിൻ ടോണിൽ നമ്മൾ വെളുപ്പിക്കാൻ നോക്കുമ്പോൾ നമ്മൾ ശരിക്കും ആ കുട്ടി വെളുക്കില്ല, ആ കുട്ടിക്ക് കുമ്മായ തേച്ച് എഫക്റ്റ് വരും. അതിനാണ് നമ്മൾ മേക്കപ്പ് ആർട്ടിസ്ട്രിയിൽ പറയുന്ന ആഷി ലുക്ക് എന്ന് പറയുന്നത്. ഈ ആഷി ലുക്ക് എന്ന് പറഞ്ഞ ഒരു നെഗറ്റീവ്, ഒരു കോണാണ്, ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് ആണ് മേക്കപ്പ് ആർട്ടിസ്ട്രിയിൽ. ഒരിക്കലും ഒരു മേക്കപ്പ് ചെയ്യുമ്പം ഒരു കുട്ടീനെയും ആഷി ആക്കാൻ പാടില്ല. അതൊരു എന്താ പറയുക, ഒരു നല്ലൊരു കാര്യമല്ല, അതൊരു ചീത്തൊരു കാര്യം. ദാറ്റ്സ് എ നെഗറ്റീവ് റിമാർക്ക്. നിങ്ങളുടെ ഫൗണ്ടേഷൻ ആഷ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ ടോൺ അറിഞ്ഞ് വേണം എപ്പോഴും നമ്മൾ മേക്കപ്പ് ചെയ്യാൻ. സോ ഞാൻ ഇന്ന് ബ്രൈഡൽ റുട്ടീനോ അങ്ങനത്തെ റുട്ടീനോ ഒന്നല്ല കാണിക്കുന്നത്. ബ്രൈഡൽ റുട്ടീൻസിന് കുറച്ചും കൂടെ കോൺസെപ്റ്റ്സും കുറച്ചും കൂടെ തിയറംസും കുറച്ചും കൂടെ സയൻസ് ഒക്കെ പഠിക്കാനുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്ന റുട്ടീൻസ് വെച്ചാൽ സ്കിൻ പ്രെപ്പ് തൊട്ട് വളരെ സിമ്പിൾ ഒരു ഐ മേക്കപ്പ്, ഐബ്രോസ് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു. കാരണം ഒരുപാട് ബ്യൂട്ടീഷ്യൻസും മേക്കപ്പ് ആർട്ടിസ്റ്റും പെണ്ണഴക് കാണുന്നവരുണ്ട്. അവർക്കും കൂടെ ഹെൽപ്ഫുൾ ആയിട്ടാണ് ഈ എപ്പിസോഡ്, ഇങ്ങനത്തെ സീരീസ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ അത് തുടങ്ങാം. സോ ആദ്യത്തെ സ്കിൻ ആദ്യം തന്നെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ് മേക്കപ്പ് ആർട്ടിസ്ട്രി തുടങ്ങുന്നതിന് മുമ്പ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കൈ കഴുകുക എന്നുള്ളത്. നമ്മുടെ കൈ നല്ല വൃത്തിയായിരിക്കണം. അപ്പോൾ ഞാൻ സാനിറ്റൈസർ വെച്ചിട്ട് എൻ്റെ കൈ ഒന്ന് നന്നായിട്ടൊന്ന് സാനിറ്റൈസ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് സാനിറ്റൈസ് യുവർ ഹാൻഡ്സ്. ക്ലീൻ ഹാൻഡ്സ് കൊണ്ട് വേണം ഏതൊരു ക്ലയൻറ്റിൻ്റെ മുഖം നമ്മൾ അപ്രോച്ച് ചെയ്യാൻ. യുവർ ഹാൻഡ്സ് ആർ വെരി ഡേർട്ടി. ആ ഡേർട്ടി ഹാൻഡ്സ് വെച്ച് ഒരിക്കലും ഒരു ക്ലയൻറ്റിനെ അപ്രോച്ച് ചെയ്യാൻ പാടില്ല. യു നീഡ് യുവർ ഹാൻഡ്സ് ടു ബി ക്ലീൻ ഫസ്റ്റ്. നെക്സ്റ്റ് കാര്യം വെച്ചാൽ ആദ്യത്തെ മുഖം ക്ലീൻ ചെയ്തു. മേക്കപ്പ് ഒന്നും പാടില്ല, കൺമഷിയോ അങ്ങനെ ഐലൈനറോ പൊട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യുക. അതിനുശേഷം ക്ലീൻ ഫേസ് ആണിത്, ക്ലീൻ ക്യാൻവസ് ആണ്. ഡോണ്ട് യൂസ് ക്ലെൻസിങ് മിൽക്ക് നൗ. ചില ആൾക്കാർ ബ്യൂട്ടീഷ്യൻസ് ചെയ്യുന്ന ഇത് വെച്ചിട്ട് ക്ലെൻസിങ് മിൽക്ക് ഒക്കെ യൂസ് ചെയ്യും. ഡോണ്ട് ഡു ഓൾ ദാറ്റ്, അതിനൊന്നും ആവശ്യമില്ല. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഒരു ഹൈഡ്രേറ്റിംഗ് ടോണർ വെച്ച് ഹൈഡ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ഒരു ഹൈഡ്രേറ്റിംഗ് ടോണർ എടുത്തു. ഈ ഹൈഡ്രേറ്റിംഗ് ടോണർ വെച്ചിട്ട് ഞാനൊന്ന് സ്പ്രേ ചെയ്യാൻ പോവാണ്. ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് സ്പ്രേ ചെയ്തിട്ട് ആദ്യം സ്കിന്നിനൊന്ന് പ്രെപ്പ് ചെയ്തെടുക്കണം. ഈ റുട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിഫോർ വർക്കിംഗ് വിത്ത് എനി സ്കിൻ. സ്കിൻ പ്രെപ്പ് ചെയ്യണം. സ്കിൻ പ്രെപ്പ് ചെയ്തില്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്ട്രിയിൽ നമ്മൾ മേക്കപ്പ് ഇടുന്നതിന് ഫിനിഷിംഗ് വരില്ല, മേക്കപ്പ് ലാസ്റ്റും ചെയ്യില്ല. സോ ഐ എം ഗോയിങ് ടു ഹൈഡ്രേറ്റ് ഹർ സ്കിൻ ഫസ്റ്റ്. സോ ഇത് ആവശ്യമുള്ളൂ. ഇതിൻ്റെ പുറത്ത് ഇനി കോട്ടനോ അതിൻ്റെ പുറത്ത് കോട്ടൺ പാഡ്സോ അങ്ങനെ ടിഷ്യൂസോ ഒന്നും എടുത്ത് തുടയ്ക്കാൻ പോകരുത്. ഇത് സ്കിന്നിൽ അബ്സോർപ്ഷൻ ടൈം കൊടുക്കണം. സോ യു നീഡ് ടു ലെറ്റ് ഇറ്റ് റെസ്റ്റ്. സ്കിന്നിന് ഒരു 5 to 10 minutes കൊടുക്കുമ്പോൾ ഈ ഹൈഡ്രേറ്റിംഗ് ടോണേഴ്സ് സ്കിൻ അബ്സോർബ് ചെയ്യും. സ്കിൻ കുറച്ചും കൂടെ പ്ലംപർ ആൻഡ് ഹൈഡ്രേറ്റഡ് ആവും. സോ ലെറ്റ് ഇറ്റ് റെസ്റ്റ് ഫോർ 5 to 10 minutes. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ യു ക്യാൻ എന്താ പറയുക, ഒരു ഫാൻ്റെ അടിയിലോ ഒരു AC അടിയിലൊക്കെ ഇങ്ങനെ ഇരുത്തി യു ക്യാൻ ഗിവ് ഹെർ ദാറ്റ് ഒരു റിലാക്സേഷൻ എഫക്റ്റ് കൊടുക്കും ഒരു 5-10 minutes. ക്ലോസ് യുവർ ഐസ് ആൻഡ് ജസ്റ്റ് റിലാക്സ്. നമ്മുടെ
ആദ്യത്തെ സ്കിന്നിൽ ഹൈഡ്രേറ്റിംഗ് ടോണർ നന്നായിട്ടൊന്ന് അബ്സോർബ് ചെയ്ത് നമ്മൾ നന്നായിട്ട് ഒരു ഫാനൊക്കെ ഇട്ടപ്പോഴേക്കും സ്കിന്നിന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സ്കിൻ അതങ്ങ് അബ്സോർബ് ചെയ്തു. ഇനി എനിക്ക് സ്കിന്നിൽ ഹൈഡ്രേറ്റ് ചെയ്തു, ഇനി എൻ്റെ സ്കിന്നിനെ നറിഷ് ചെയ്യിക്കണം. ഹൈഡ്രേഷൻ ആൻഡ് നറിഷ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെൻ യു ഡു മേക്കപ്പ്. സോ സ്കിന്നിന് ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ സ്കിന്നിലെ വാട്ടർ കണ്ടൻറ്റ് കൂട്ടും, നറിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്കിന്നിലെ മോയ്സ്ചറൈസിങ് അല്ലെങ്കിൽ ഓയിൽ കണ്ടൻറ്റ് കൂട്ടും. സോ യു ഹാവ് ടു നറിഷ് യുവർ സ്കിൻ. നറിഷ്മെൻറ്റ് ഇല്ലാത്ത സ്കിന്നിന് നമ്മൾ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ മേക്കപ്പിലുള്ള വാട്ടർ ആൻഡ് ഓയിൽ കണ്ടൻറ്റ് സ്കിൻ അബ്സോർബ് ചെയ്യാൻ തുടങ്ങും, മേക്കപ്പ് ഇളകി വരും. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കണം. അതിന് കുറേ സയൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു വളരെ ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ യു ഹാവ് ടു ഹൈഡ്രേറ്റ് ആൻഡ് നറിഷ് യുവർ സ്കിൻ. ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ സ്കിൻ പ്രെപ്പിംഗ് അല്ലെങ്കിൽ പ്രെപ്പിംഗ് യുവർ സ്കിൻ എന്ന് മേക്കപ്പ് ആർട്ടിസ്ട്രിയിൽ ടേം ചെയ്യുന്നത്. സോ ഹൈഡ്രേഷൻ കൊടുത്തു ആൻഡ് ഐ എം ഗോയിങ് ടു നറിഷ് ഹർ സ്കിൻ നൗ. സ്കോളീൻസ് ശരിക്കും പ്ലാന്റ് ഡിറൈവ്ഡ് സ്കോളീൻസ് ആണ്. സ്കോളീൻസ് ശരിക്കും നോർമൽ ടു ഡ്രൈ സ്കിന്നിലുള്ള ആൾക്കാർക്ക് നന്നായിട്ട് നറിഷ്മെൻറ്റ് കൊടുക്കാൻ വളരെ നല്ലൊരു ഇതാണ്. സ്കോളീൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് മോയ്സ്ചറൈസറാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ഏതെങ്കിലും മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. യു ക്യാൻ ഓൾസോ യൂസ് ഓയിൽസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഓയിൽസ് ഉണ്ടെങ്കിൽ നല്ല ഓയിൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. യു ക്യാൻ യൂസ് ഓയിൽസ് ലൈക്ക് മെറൂല ഓയിൽ. മെറൂല ഓയിൽ ഇസ് എ വെരി നൈസ് ഓയിൽ ഫോർ പീപ്പിൾ വിത്ത് ഡ്രൈ സ്കിൻ. അപ്പോൾ ഡ്രൈ സ്കിന്നിൽ ഓയിൽ വെച്ചിട്ട് നറിഷ് ചെയ്യും. ഞാൻ ഫസ്റ്റ് ഒന്ന് സ്കോളീൻ കൊടുക്കുകയാണ്. സ്കോളീൻ എല്ലായിടത്തും കിട്ടത്തില്ല. സ്കോളീൻ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്. സോ ഐ എം യൂസിങ് എ പ്ലാന്റ് ഡിറൈവ്ഡ് സ്കോളീൻ ആൻഡ് നറിഷിങ് ഹർ സ്കിൻ. നൗ ആതിര ഹാസ് നോർമൽ ലീഡിങ് ടു മോർ ഡ്രയർ സ്കിൻ. ആതിരയുടെ സ്കിൻ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ആബ്സല്യൂട്ട്ലി നോർമൽ സ്കിന്നാണ്, പക്ഷേ ഈ ഭാഗത്ത് മോർ ഡ്രയർ ആണ്. സോ ഞാൻ നന്നായിട്ട് സ്കിൻ നറിഷ് ചെയ്യാൻ പോവാണ്. ഐ എം ഗോയിങ് ടു ഡ്രോപ്പ് ഇറ്റ് ഓൺ ഹർ ഫേസ്. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് ഐ എം ജസ്റ്റ് ഗോയിങ് ടു പുഷ് ഇറ്റ് ഇൻ ടു ഹർ സ്കിൻ. ഇപ്പം ഞാൻ സ്കോളിൻ ഇട്ടെങ്കിലും അത് അബ്സോർബ് ചെയ്ത് പോയത് കണ്ടോ, അതെവിടേക്കോ അബ്സോർബ് ചെയ്ത് പോയി. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യണം, കുറച്ചും കൂടി ഇടാൻ പോവാണ്. ബിക്കോസ് നല്ലൊരു നറിഷ്മെൻറ്റ് ആതിരയ്ക്ക് ആവശ്യമുണ്ട്. ഷീ ഗോട്ട് വെരി ഡ്രൈ സ്കിൻ. ഈ ഒരു ഭാഗമൊക്കെ അതിലേക്ക് വളരെ വളരെ ഡ്രൈ ആണ്. സോ നന്നായിട്ട് ഞാനൊന്ന് നറിഷ് ചെയ്യാൻ പോവാണ്. ഒരു നല്ലൊരു ആപ്റ്റ് ആയിട്ടുള്ളൊരു ഗ്ലോ ഉണ്ട്. ഈ ഗ്ലോയിങ് എലമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെൻ യു പ്രെപ്പ് ദ സ്കിൻ ഏതൊരു ക്ലയൻറ്റിനും. ഓക്കെ, ഈ സെയിം തന്നെ ഞാൻ എടുത്തിട്ട് സ്കോളീൻ എടുത്തിട്ട് നെക്കിലും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. സോ എൻഷുർ ദാറ്റ് യു അപ്ലൈ ഇറ്റ് ടു ദ ക്ലയൻറ്റ്സ് നെക്ക് ആസ് വെൽ. സോ സ്കോളിൻ ഇട്ടു. അങ്ങനെ ആതിരയുടെ സ്കിന്നിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നെക്കും സ്കിന്നും ഹൈഡ്രേറ്റഡ്. അതുകൊണ്ടാണ് സ്കിന്നിൻ്റെ ഒരു ഗ്ലോ വരുന്നത്. ഈ സ്കിന്ന് പ്ലംപ് അപ്പ് ആവും. എപ്പോഴും ഒരു മേക്കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് സ്കിൻ പ്രിപ്പ് ചെയ്തിട്ട് വേണം മേക്കപ്പ് തുടങ്ങാൻ. സോ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് പാർട്ട് ഈ ഒരു സീരീസ് ഓഫ് വീഡിയോയിൽ, എങ്ങനെയാണ് സ്കിൻ പ്രിപ്പ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഹൈഡ്രേഷനും നറിഷ്മെൻറ്റും കഴിഞ്ഞിട്ട് മേക്കപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഈ പാർട്ട് ഇന്നത്തെ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സീരീസ് ഇന്ന് തീർന്നു. ഇനി നെക്സ്റ്റ് വീക്ക് ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് പല റുട്ടീൻസ് ആയിട്ട് ആതിരയുടെ മുഖത്ത് തന്നെ മേക്കപ്പ് ചെയ്യുന്നത് നമുക്ക് കൊണ്ടുവരാം. ഐ വിൽ സീ യു നെക്സ്റ്റ് വീക്ക് on Pinnadaga on next episode with a lot of other tips and tricks on Adira. Yeah, I'll see you soon. Bye.